പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വൈറലാക്കിയ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ഒരു റോസ്റ്റ് പരുവത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളക്, അതുപോലെ തന്നെ 150 ഗ്രാം ചുവന്നുള്ളി, പിന്നെ അതുപോലെ ഒരു 2 തുടം വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളി ആയിരുന്നേ, പിന്നെ 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഇതെല്ലാം അമ്മിയിൽ വെച്ച് നന്നായിട്ട് ചതച്ച് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരമുറി തേങ്ങ, അത് മുഴുവനോടെ നമ്മൾ ചിരട്ടയൊക്കെ മാറ്റിയിട്ട് ചുട്ടെടുത്തിട്ട് അതും ഒന്ന് ചതച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാനായിട്ട് ഒരു പരന്ന കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും, പിന്നെ അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് മുറിച്ചതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയും വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് മിക്സിയിലിട്ട് ചതക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ചതഞ്ഞ് കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇടികല്ലുണ്ടല്ലോ അതെടുത്തിട്ട് അതിനകത്ത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കണം. പക്ഷേ ഏറ്റവും സിമ്പിൾ, അതുപോലെ തന്നെ ഏറ്റവും കാണാനും ഭംഗിയായിട്ടിരിക്കുന്നത് നമ്മൾ അമ്മിക്കല്ലിൽ ചതച്ച് ഒതുക്കിയെടുക്കുമ്പോഴാണ്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂട്ടിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാള ഒട്ടും തന്നെ എടുക്കത്തില്ല, ചുവന്നുള്ളി മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം അതാണ് ഇതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റും ഒരു നല്ലൊരു മണവും ഒക്കെ കിട്ടുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴണ്ട് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ. അപ്പം നമ്മൾ ചേർത്ത ആ ഒരു ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ആ ഒരു കുത്തൽ മാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെയൊക്കെ ആ ഒരു പൊടിയുടെയൊക്കെ ആ ഒരു മണമൊക്കെ നന്നായിട്ട് ഈ ഒരു ഉള്ളിയിലേക്ക് ഇറങ്ങുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഈ ഉള്ളിക്കൂട്ടൊക്കെ നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ ചതച്ച മുളകുണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് എടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് നമ്മൾ ചതച്ച് വെച്ച ആ തേങ്ങാക്കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. ഞാനിവിടെ 1/4 കിലോളം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചെറിയ പീസല്ല, തീരെ ചെറിയ പീസ്, നമ്മുടെ ചില്ലി ചിക്കൻ്റെ ആ ഒരു പീസല്ല, അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ വലുതാണ്. പിന്നെ എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ആ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറിയതായിട്ടൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ അതുപോലത്തെ തീയിൽ വേണം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ചോട് കട്ടിയുള്ള ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ എടുക്കണം. ഇനി ഇതെല്ലാം കൂടി തട്ടിപ്പൊത്തി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കണം. ഏകദേശം 10-15 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ തീ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഞാനിപ്പോൾ ഇത് അടച്ച് വെക്കുവാണ്. അപ്പോൾ ഈ ഒരു വൈറൽ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ചിക്കനകത്തുനിന്നും അതുപോലെ തന്നെ ആ ഒരു ഉള്ളിക്കകത്തുനിന്നും എല്ലാം വെള്ളം ഇങ്ങനെ ഊറി ഊറി വരുന്നുണ്ട്. നമ്മളിതിനകത്ത് ഒരു പൊടി പോലും വെള്ളവും ഒഴിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ചൊക്കെ വെച്ച് കൊടുക്കണം. നമ്മളിത് എപ്പോഴും വെക്കുമ്പം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി തട്ടി പൊത്തി വേണം നമുക്കത് അടച്ച് വെക്കാൻ. അങ്ങനെ വെക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെന്ത് വരുന്നത്. ആ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നതും നമ്മൾ അതുപോലെ ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തുറന്ന് നോക്കിയപ്പം നേരത്തെ ഉള്ളതുപോലെയല്ല, കളറൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് വൈറ്റ് കളറായിരുന്നു. പക്ഷേ ഇപ്പം
ആ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കളർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പിച്ചിക്കീറി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇടുമ്പോഴാണ് അതിന് നല്ലൊരു മണവും കൂടി വരുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് മാത്രമല്ല, ആ ഒരു തേങ്ങ ചതച്ചിട്ടതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.